കൊണ്ടേൻ കണ്ടുകൊണ്ടേ കാതൽ മുഖം കണ്ടുകൊണ്ട് വിരൽ തൊടും ദൂരത്തിലെ വെണ്ണിലാവ് കണ്ടുകൊണ്ട് വെണ്ണിലാ വെളിച്ചം കിണ്ണത്തിൽ വിഴിந்து நிறைந்தால் வழிந்தால் மகிழ்ச்சி வெண்ணிலா வெளிச்சம் கிண்ணத்தில் உடைத்தால் உயிரை உடைப்பாள் ஒருத்தி என் கண் பார்த்தது என் கை சேருமோ கை சேராமலே கண்ணீர் சேருமோ கண்டுகொண்டேன் கண்டுகொண்டு காதல் முகம் கண்டுகொண்டு விரல் தொடும் தூரத்திலே வெண்ணிலவை கண்டுகொண்டு மலர் மஞ்சம் விழிக்கென்றும் மனமஞ்சும் அல்லவா உயிர் மிஞ்சும் அவள் நெஞ்சம் என் தஞ்சம் அல்லவா உன் தனிமை கதவின் தாழ் நீக்கவா கண்டுகொண்டேன் கண்டுகொண்டு காதல் முகம் கண்டுகொண்டே விரல் தொடும் தூரத்திலே வெண்ணிலவை കണ്ടുകൊണ്ട് ഓസം സോങ് പറയാണ്ട് വയ്യ. താങ്ക് യു സോ മച്ച്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആ ഫിലിമിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സോങ് ഇതാണ്. എല്ലാ സോങ്സും എല്ലാ സോങ്സും നല്ലതാണ്, ബട്ട് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്. ഈ പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഏത് സിനിമയിലാണ് ഷാജി കൈലാസ് സാറിൻ്റെ സൗണ്ട് ഓഫ് ബൂട്ട് അല്ലേ, ഒരു ഭയങ്കര എടുത്താ പൊങ്ങാത്തൊരു പാട്ട് കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ചിത്രേശിയാണ് പാടിയേക്കണേ. എനിക്കൊന്ന് ചിത്രേശിയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? അല്ല അങ്ങനെയല്ല, ചിത്രേശി വളരെ കൂളായിട്ട് പാടും. ഇത് പറഞ്ഞല്ലോ എന്ത് കൊടുത്താലും പാടുന്ന ആളല്ലേ. അപ്പോൾ അത് അങ്ങനെ ഒരു സോങ് ചെയ്യാനുള്ള കാര്യം അതിലെ തീം അങ്ങനെയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഒരു സിംഗറാണ്. അപ്പോൾ അവർ പ്രാക്ടീസ് ചെയ്യണ ഒരു സോങ് അതാണ് എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ചെയ്യാൻ. അപ്പം ഗസൽ സിംഗറാണ്, പക്ഷേ എന്താണ് സെറ്റിൽഡ് ഇൻ കേരള. അപ്പോൾ അങ്ങനെ ഒരു രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു രാഗം ബേസ് ചെയ്തിട്ട്, രാഗം എന്തായിരുന്നു, കല്യാണ വസന്തം കുറേ സ്വരങ്ങളും പ്രാക്ടീസ് ചെയ്യും പോലെ. അത് വൺ ഓഫ് മൈ എന്താണ് എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആണ്. കാര്യം എൻ്റെ രൂപം വെച്ചിട്ട് എനിക്കൊരു വളരെ രസകരമായൊരു സംഭവമുണ്ട്. കാര്യം എം ജി രാധാകൃഷ്ണൻ സാറ്, ഞാൻ ഈ എൻ്റെ വേഷവിധാനം അറിയാലോ ഇതാണ്, പക്ഷേ കുറച്ചും കൂടെ അട്രോഷ്യസ് ആയിരുന്നു. കുറച്ച് വാലും തുങ്ങും, പിന്നെ ഭയങ്കര ഈ വല്ലാത്ത ഡ്രസ്സിങ്ങും, പിന്നെ കയ്യിൽ മറ്റേ ബാൻഡും. കുറച്ചുകൂടെ വൃത്തിയായി. അത് ഈ കല്യാണം കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ, കുറച്ച് വൃത്തിയാക്കി വിടുള്ളൂ വൈഫ്, അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ എം ജി രാധാകൃഷ്ണൻ സാർ നിൽക്കുന്ന ഒരു വേദിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടി. പറഞ്ഞു ഇങ്ങനെ ഇത്. അപ്പോൾ പുള്ളി ഇങ്ങനെ മൈക്ക് എടുത്തിട്ട് ഇതാരാ കമ്പോസ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ചെയ്തതാണ്. എൻ്റെ വേഷവും പാട്ടുമായിട്ട് ഒരു ബന്ധമില്ലല്ലോടെ എന്ന് ചോദിച്ചു. എന്ന് പറയുമ്പോൾ അതൊരു കോംപ്ലിമെൻ്റ് ആണ് എനിക്ക്, എന്നെ സംബന്ധിച്ച്. അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യനാണ് ഔസേപ്പച്ചൻ സാറ്. വിളിച്ചിട്ട് സർട്ടേൺ ഒരു പ്ലേസ്, ഇപ്പം യമുന സംഗീതം ആ പാട്ട് അങ്ങനെ ആയിരുന്നു. ഒരു ശ്രുതി ചേരുന്നു വൃന്ദാവനം, അങ്ങനെ ഒരു പോർഷൻ ഉണ്ട് ആ സോങ്ങിൽ. ആ സർട്ടേൺ ആ പോർഷൻ എടുത്ത് പുള്ളി എന്നെ മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞു അത് നന്നായിട്ടുണ്ട്, വളരെ ശ്രുതി ചേരുന്നു എന്നുള്ളൊരു ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഫീലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അപ്രിസിയേഷൻ. അതിനു മേലെ ഒരു വളരെ വലിയ ഒരു റിയാലിറ്റി ഷോയ്ക്കകത്ത് പേഴ്സണൽ ഫേവറേറ്റ്, സിംഗേഴ്സ് ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ട് റൗണ്ടിൽ ചിത്ര ചേച്ചി ഈ പാട്ടാണ് ശരിക്കൊരു സിംഗറിന് സെലക്ട് ചെയ്തത്. അത് ശരിക്കും ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. എന്നിട്ട് ആ ഷോ നടക്കുമ്പോൾ തന്നെ ചിത്ര ചേച്ചി ഒരു കമൻറ്റും ഒക്കെ വെച്ചിട്ട് അത് വല്ലാത്തൊരു അനുഭവമാണ്. കാര്യം എനിക്ക് എന്നെ പോലൊരു മ്യൂസിഷ്യനെ ഇതിലും വലിയൊരു എൻകറേജ്മെന്റ്. ചിത്രേച്ചി എപ്പോഴും വളരെ എൻകറേജിങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. എനിക്ക് വൺ ഓഫ് മൈ ഞാനൊരു 22 വയസ്സുള്ള സമയത്തൊക്കെയാണ് ചിത്രേച്ചിയെ പാടിക്കാൻ വേണ്ടിയിട്ട് ജാസി ഗിഫ്റ്റിൻ്റെ കൂടെ ഉള്ള സമയത്ത് 100 ആശകൾ ആ പാട്ടൊക്കെ പാടിച്ചിരിക്കണം ഞാനാ ശരിക്കും. ആക്ച്വലി അതിൻ്റെ ട്രാക്ക് പാടിയത് ഞാനാ. അത് ആക്ച്വലി ജാസി ഗിഫ്റ്റ് എന്ന മ്യൂസിക് കമ്പോസറിൻ്റെ
ഭാഗത്തുനിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സോങ് ആണ്. അപ്പം അത് ആ സമയത്ത് ഞങ്ങൾ പാടിക്കണ സമയത്ത് തന്നെ ഞാനുണ്ടായിരുന്നു. ഞാനാണ് ട്രാക്ക് പാടിയത്, ഞാനാണ് പാടിക്കണത്. ജാസി അവിടെ ജർമ്മനിയിൽ അവിടെ പോയിരിക്കുമായിരുന്നു. അപ്പോൾ പാടിക്കഴിഞ്ഞതിന് ശേഷം പാടുന്നതിന് മുമ്പ് ഞാൻ ഇത് ആര് ട്രാക്ക് പാടിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് ചേച്ചി പാടി. ഓക്കെ ശരി. ഒരു വെളിയിൽ ഇറങ്ങി സംസാരിക്കുന്ന സമയത്ത് ആരാ ഇഷ്ടപ്പെട്ട സിംഗർ? ഞാൻ പറഞ്ഞു ഗുലാം അലിയെ ഭയങ്കര ഇഷ്ടമാണ്, ഗസലൊക്കെ പാടാറുണ്ട്, കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഹരിഹരനെയൊക്കെ ഇഷ്ടമാണ് ഒത്തിരി. കൊള്ളാം മോനെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തു. അപ്പോൾ തന്നെ ഹരിഹരനെ വിളിച്ചിട്ട് എനിക്ക് തന്നു. പറഞ്ഞ് ഇവിടെ ട്രിവാൻഡ്രത്തൊരു പയ്യനുണ്ട്, ഭയങ്കര ഫാനാണ്, പിന്നെ നന്നായിട്ട് പാടും, സാറ് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഹരിഹരൻ്റെ പോയി കൊടുത്ത്. ശരിക്കും ഞാനിങ്ങനെ ഈ വിറയ്ക്കും, സാർ എന്നാ പെൺറേ സാർ എന്നാ പേസറേ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള തമിഴും കൂടെ മറന്നു. അങ്ങനെ ശരിക്കും ഒരു വലിയ അത്രയും എൻകറേജിങ് ആണ് ചിത്ര ചേച്ചി. മോർ ഓവർ ഞാനൊരു ഈ യമുന സംഗീതം റെക്കോർഡ് ചെയ്യാൻ പോയപ്പോഴാണ് ശരിക്കും നമ്മൾ മ്യൂസിക് പഠിക്കണ അല്ലെങ്കിൽ കുറച്ച് ഒരു ലൈം ലൈറ്റിലോട്ട് വരുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും ഒരു ഞാനൊരു സംഭവമായി എന്നൊരു തോന്നലുണ്ടാവാം, ഒരു പോയിന്റിലെങ്കിലും ഉണ്ടാവും. എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ സാധാരണ മനുഷ്യനാണ്, ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു, കള്ളം പറയാറില്ല എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഒരുപാട് വളരെ ഇപ്പോഴും ഒരു ബ്രദറിൻ്റെ അടുത്ത് പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു മോൻ്റെ അടുത്ത് പറയുന്ന പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു. ചിത്രേച്ചി പറഞ്ഞു ഇതുപോലെ നമ്മൾ പഠിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഒരുപാട് അവസരങ്ങളും ഒരുപാട് ഈ പറഞ്ഞ പദവികളും അല്ലെങ്കിൽ പറഞ്ഞ പോലെ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തോട്ട് കൊണ്ടെത്തിക്കും. അതൊരിക്കലും തലയിലെടുക്കരുത്. ഇതുവഴി കേട്ട് ഇതുവഴി കളയുക. നീ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുക എന്നുള്ളത് ശരിക്ക് ആ ഒരു വാക്ക് ഞാൻ എൻ്റെ മനസ്സിലോട്ട് എടുത്തിട്ട് ശരിക്കും പിന്നെ എനിക്ക് എന്നെ അത് ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പം നോ ടെൻഷൻസ് അങ്ങനെ ഒരു അതെ ഉറപ്പായിട്ടും. കാര്യം നമ്മളിപ്പം ഒരുപാട് മ്യൂസീഷ്യൻസിൻ്റെ വർക്ക് എനിക്ക് നമുക്ക് അങ്ങനെ പഠിക്കാനോ ഇപ്പം എന്നെക്കാട്ടി ചെറിയൊരാളെടുത്ത് പോയി പഠിക്കാൻ പോലും എനിക്ക് അങ്ങനെ ഒരു മടി തോന്നാറില്ല. സോ ഗോ ഫോർ ഇറ്റ് എന്നുള്ളതാണ്. എന്ത് വേണം നമ്മൾ അതിനുവേണ്ടി പോവുക എന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഇപ്പം ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് കാറ്റഗറൈസ് ചെയ്യാതെ ഒരു സിംഗറായിട്ട് കാറ്റഗറൈസ് ചെയ്യാതെ മ്യൂസീഷ്യൻ എന്ന് പറയുന്നതിലാണ് എനിക്ക് താല്പര്യം. ഓക്കെ, എൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഷാൻചേട്ടൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് ഇങ്ങനെ ചോദിക്കാൻ തോന്നാം. പക്ഷെ അങ്ങനെയല്ല, അതിൻ്റെ ഇടയിൽ നമുക്ക് പാട്ടും കൂടി വേണം. ശരി. അപ്പോൾ ഞാൻ ഒരു വളരെ വലിയ എല്ലാവർക്കും മനസ്സിൽ ഇഷ്ടം തോന്നുന്ന ഒരു ലവ് സോങ്, അത് വീണ്ടും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്, അത് പാടാം. അഴകേ സുഖമാ ഉൻ കോപങ്ങൾ സുഖമാ അഴകേ സുഖമാ ഉൻ കോപങ്ങൾ സുഖമാ തനിമൈ സുഖമാ സുഖമാ തനിമൈ സുഖമാ സുഖമാ കണ്ണം രണ്ട് സുഖമാ கடைசி மொத்தம் சுகமா உந்தல் கட்டில் சுகமா என்னொற்றை தலையணை சுகமா அன்பே சுகமா உன் கோபங்கள் சுகமா வாழ்க்கையோர் வட்டம் போல் முடிந்த இடத்தில் தொடங்காதா
ഓസം സോങ്, ഓസം റെൻഡറിങ്, അതിനെപ്പറ്റി കൂടുതൽ അല്ലേ പറയാനൊന്നും ഇല്ല. താങ്ക് യു. ശരിക്കും ഗോഡ്സ് ഗിഫ്റ്റ് ഷാൻ ചേട്ടാ, കണ്ണു പറ്റാണ്ടിരിക്കട്ടെ. ശരിക്കും ഈ അടുത്ത് ഞാൻ ഫേസ്ബുക്കിലൊരു അപ്ഡേഷൻ കണ്ടായിരുന്നു, മറ്റേ മിർച്ചി മ്യൂസിക് അവാർഡ്സിൻ്റെ ഫംഗ്ഷൻ്റെ സ്നാപ്സ് ആയിരുന്നു തോന്നുന്നു അല്ലേ? നിങ്ങൾ കുറേ പേര് ശരിക്കും ഐ വാസ് സോ ഹാപ്പി ആൻഡ് ഐ വാസ് സോ പ്രൗഡ് ഫോർ യു. ബിക്കോസ് നമ്മൾ കുറേ നാളത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ ഒരു ഫ്രണ്ട് നല്ലൊരു രീതിയിൽ വരുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അന്ന് നോമിനേഷൻസ് ആരൊക്കെയായിരുന്നു? ഒരുപാട് നല്ല പ്രോമിനൻറ്റ് സിംഗേഴ്സ് അവിടുത്തെ ഈ പറഞ്ഞ ഹരികൃഷ്ണ തുടങ്ങി, കന്നഡയിലെ സോനു നിഗം, പിന്നെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ശരിക്കും ആക്ച്വലി എനിക്ക് ഫസ്റ്റ് അനൗൺസ് ചെയ്ത് ഇത് ഈ ബസ് അപ്കമിങ് സിംഗർ ആയിരുന്നു. പക്ഷേ അവിടെ ഓൺ ദ സ്പോട്ടിലാണ് ശരിക്കും ബെസ്റ്റ് സിംഗർ അവാർഡ് കിട്ടുക. അങ്ങനെ 2 അവാർഡ് അതിന് കിട്ടി. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് അറിഞ്ഞത് അവാർഡ് എനിക്കാണ് ഇരട്ടി മധുരം. ഓക്കെ ഷാൻ ചേട്ടാ, എനിവേസ് നമ്മുടെ എന്താണ് എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ഞാനും അങ്ങോട്ട് 1000 നന്ദികൾ പറയുന്നു. നിലാവിൻ്റെ ടീമിനും പ്രത്യേക സംഗീതയ്ക്കും താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഷോയ്ക്ക് വിളിച്ചതിലും എനിക്ക് പാടാൻ പറ്റി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, സോ നിലാവിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് നല്ല നല്ല ഗസ്റ്റുകളുമായി ഇനിയും കാണാം. ടിൽ ദെൻ സംഗീത സൈനിങ് ഓഫ്. நம் ஜீவனை சுந்தரி கண்ணால் ஒரு சேதி சொல்லடி இந்நாள் நல்ல தேதி என்னை தந்தேன் உனக்காக ஜன்மமே கொண்டேன் அதற்காக நான் உன்னை நீங்க மாட்டேன் நீங்கினால் தூங்க மாட்டேன் சேர்ந்ததே நம் ஜீவனே சுந்தரி கண்ணால் ஒரு சேதி சொல்லடி இந்நாள் நல்ல தேதி சுந்தரி